ഇതാണ് ഞങ്ങളുടെ ടോബിക്കുട്ടൻ. 2 മാസം മുന്നേ ഞങ്ങളുടെ കയ്യിൽ കിട്ടിയാണ്. മറ്റെല്ലാവരെ പോലെ ഇവനെയും ഞങ്ങൾ സ്നേഹിച്ച് വളർത്തുകയാണ്. അഴകാന നീലി വരും പരുപോലെ ഓടി വരും കെണ്ണാടി പോലെ വരും ടോണിക്കുട്ട, നീ കാണാതെ ഇന്ന് വരും ടോണിക്കുട്ട. ബ ബ ബ ഇതിൽ കണ്ടില്ലേ, ഇതിൽ ഈ കോഴി പൊരുന്നെടുക്കുന്നുണ്ട്. അതിൽ ഒരു 10 മുട്ടയോളം നമ്മൾ വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ കോഴിയാണ്, ചെറിയ തൊപ്പിയുള്ള കോഴിയാണ്. ഇതിലൊക്കെയാണ് അവർ മുട്ട ഇടുന്നത്. ഇവിടെയാണ് മുട്ട ഇടുന്നത് അവർ. ഇപ്പോൾ പൊരുന്നെടുക്കണമല്ലേ. ഇതിലാണ് ഒരു മുട്ട ഇടുന്നത്. അപ്പം മുട്ട സുരക്ഷിതമായിട്ട് നല്ല വൃത്തിയായിട്ട് തന്നെ ഇതിലിരുന്നോളും, യാതൊരു കുഴപ്പമില്ല. അത് കണ്ടില്ല. അപ്പോൾ ഇതാണ് അതിൻ്റെ പ്രത്യേകത. ഇതിലൊക്കെ പൊരുന്നെടുക്കുന്നുണ്ട് കോഴികൾ. ഇതൊക്കെ പൊരുന്നെടുക്കുന്ന കോഴികളാണ്. ഇനി ഇതിനൊക്കെ വേണമെങ്കിൽ നമുക്ക് അട വെച്ചാൽ മുട്ട വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ തന്നെ കുഞ്ഞുങ്ങളുണ്ടാവുകയും ചെയ്യും. ഇതിലും കുറച്ച് കോഴികളുണ്ട്, കോഴി മുയലുകളും ഉണ്ട്. ഇത് കണ്ടില്ലേ, ഇത് ഞങ്ങൾ അട വെക്കുന്നതാണ്. ഈ ഒരു കോഴീനെ ഇപ്പോൾ അട വെച്ചിട്ടുണ്ട്. ഒരു 10-15 വെച്ചിട്ടുണ്ട്. ഒരു നാടൻ കോഴിയാണ്, ഇരുന്നോളൂ അവിടെ, കുഴപ്പമൊന്നുമില്ല. അതിൻ്റെ അകത്തും ഒരു ചെറിയ കോഴിയാണ്, വളരെ ചെറിയ കോഴിയാണ്. അത് പോളിഷ് ക്യാപ്പിൽ വെട്ടിട്ടുള്ള കോഴിയാണ്. ഇതൊരു പോളിഷ് ക്യാപ്പാണ്. ഇതിൻ്റെ പെടയാണിത്. രണ്ടില് ഇത് കരിമീനിന് വേണ്ടിയിട്ടാണ് ഈ പൊടിക്കുന്നത്. ഞങ്ങൾ കുറച്ച് കരിമീൻ ആ ടാങ്കിലിട്ടുണ്ടല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള തീറ്റയാണിത്. പൊടിച്ചു കൊടുത്താൽ അവർക്ക് തിന്നാൻ പറ്റുള്ളൂ. ഇത് ബ്രാലിന് കൊടുക്കുന്ന തീറ്റയാണ്, നല്ല പ്രോട്ടീനുള്ള തീറ്റയാണിത്. ഇതാണ് നമ്മളിപ്പോൾ തിലാപ്പിയക്കും കരിമീനൊക്കെ കൊടുക്കുന്നത്. അപ്പം പെട്ടെന്ന് ഗ്രോത്ത് കിട്ടാൻ ഏറ്റവും നല്ലത് ഈ ബ്രാലിൻ്റെ തീറ്റ കൊടുക്കുകയാണ്. ബ്രാലിൻ്റെ തീറ്റ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് തിലാപ്പിയൊക്കെ ആണെങ്കിൽ 4 മാസം 3 മാസം തന്നെ കൊണ്ട് തന്നെ നമുക്ക് വിളവെടുപ്പ് തുടങ്ങാൻ പറ്റും. അപ്പോൾ അത്രയും ഗ്രോത്ത് കിട്ടും, നല്ല പ്രോട്ടീനുകളുണ്ട്. അതുപോലെ കരിമീനൊക്കെ ഈ തീറ്റ കൊടുത്താലാണ് നമുക്ക് എന്തെങ്കിലും ഗ്രോത്ത് വരുള്ളൂ. അപ്പോൾ കരിമീൻ ഇതേപോലെ തുടക്കത്തിൽ പൊടിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ പിന്നെ ചെറിയ തീറ്റ വാങ്ങിച്ചു കൊടുക്കണം. അപ്പോൾ 2 തീറ്റ വാങ്ങിക്കണമല്ലോ, ഒരു തീറ്റ വാങ്ങിച്ചിട്ട് പൊടിച്ചു കൊടുത്താലും മതി. പ്രോട്ടീൻ്റെ കണ്ടൻ്റൊക്കെ ഒന്ന് തന്നെയാണ് എല്ലാറ്റിലും. അപ്പോൾ അതുകൊണ്ട് ഒരു തീറ്റ വാങ്ങിച്ചത് 3mm തീറ്റയാണ്, ഇതൊരു 3mm തീറ്റയാണ്. അപ്പോൾ ഇത് പൊടിച്ചിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഈ അതിൽ കുറേ ഗപ്പികളുണ്ട്, അവർക്കും ഇത് കൊടുക്കാൻ പറ്റും. മിണ്ടാതിരിക്കാം.
അപ്പോൾ നമ്മുടെ ഇതൊക്കെ തിലാപ്പികളാണ്. കുറച്ച് പൊടിത്തീറ്റയും ഇട്ട് കൊടുക്കുക. ഇതിൽ തന്നെ ബ്രീഡായിട്ടുള്ള കുഞ്ഞുങ്ങളാണ് ഇതുള്ളത്. നമ്മളിതിൽ വലിയ തിലാപ്പിയ ഇട്ടിട്ട് കുറേ നാളായി. അപ്പോൾ അതിൻ്റെ കുഞ്ഞുങ്ങളാണ് ഇവരൊക്കെ. ഇനി അതിൻ്റെ കുഞ്ഞുങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ വലുതിനൊക്കെ പിടിച്ച് നമുക്ക് കറിയൊക്കെ ഫ്രൈ ഒക്കെ ചെയ്യാം. ബാക്കിയുള്ളതിനെ അതിങ്ങനെ വലുതായിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അതിന് ഈ തീറ്റ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ ബ്രീഡായ കുഞ്ഞുങ്ങൾക്ക് കുറച്ച് ഗ്രോത്ത് കിട്ടാൻ ഈ ഒരു തീറ്റ വളരെ നല്ലതാണ്. ഈ കുറച്ച് വില കൂടുതലാണ്, പക്ഷെ എന്നാലും കുറേശ്ശെ നമുക്ക് ഈ തീറ്റ കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഗ്രോത്ത് കിട്ടി നമുക്ക് ഈ ഇവിടെ തന്നെ ബ്രീഡാവുന്ന കുഞ്ഞുങ്ങൾക്ക് നല്ല ഗ്രോത്ത് കിട്ടുന്നുണ്ട് ഈ ഒരു തീറ്റ കൊടുക്കുമ്പോൾ. ഇപ്പോൾ ഇതിൽ കരിമീനാണുള്ളത് ഈ ഒരു ടാങ്കിൽ. ഇതിൽ കരിമീനും തിലാപ്പിയാണുള്ളത്. കരിമീൻ്റെ വളരെ ചെറിയ കുഞ്ഞുങ്ങളെ തന്നെ ഈ ഒരു പൊടിത്തീറ്റ കൊടുക്കും നമ്മൾ. ഈ ഒരു പൊടിത്തീറ്റ കൊടുക്കുക അതിൻ്റെ കൂടെ. അപ്പോൾ അവർക്ക് പൊടിത്തീറ്റം കിട്ടിക്കോളും, വലിയവർ വലിയ തീറ്റ നിന്നോളും. അപ്പോൾ അതുപോലെ നമ്മൾ ഈ ചെറിയ അക്വാപോണിക് സിസ്റ്റത്തിലുള്ള ചെറിയ കുഞ്ഞുങ്ങളിട്ടതാണ് നമ്മൾ. ഇവിടെ തന്നെ ബ്രീഡായിട്ടുള്ള കുഞ്ഞുങ്ങളിട്ടാണ്. അപ്പോൾ അതിനും കുറേശ്ശെ ഇപ്പോൾ വലുതായിട്ട് തുടങ്ങിയിട്ടുണ്ട്. കണ്ടില്ല, ഇതിലത്തെ വെള്ളം ഈ ഒരു ബെഡിലേക്ക് വന്ന് പോകുന്ന രീതിയിലാണ് വെച്ചിട്ടുള്ളത്. ഇപ്പോൾ ക്യാരറ്റ് വെച്ചിട്ടുള്ളതാണ്. സീസണൊക്കെ കഴിഞ്ഞ് നിലം ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇത് കണ്ടില്ല, ഇത് നമ്മൾ വെച്ചിട്ട് ഇപ്പോൾ ഒരു മാസമാവണുള്ളൂ. ഈ കുമ്പളം, വെള്ളരി, മത്തൻ, കുക്കുമ്പർ ഇതൊക്കെ നമ്മൾ വെച്ചിട്ട് ഇപ്പോൾ ഒരു മാസമാവുന്നുള്ളൂ. ഇത് കണ്ടില്ലേ, വെള്ളരിയൊക്കെ കായ്ച്ചു തുടങ്ങി. ഇത് നമ്മൾ ഈ കരിങ്കല്ലുകളാണ് വെച്ചിട്ടുള്ളത്. കണ്ടില്ലേ, ഈ ബെഡ് ഒരുക്കിയിട്ടുള്ള കരിങ്കല്ലുകളാണ്. അപ്പോൾ ഇത് 10 വർഷം മുമ്പ് IBC ടാങ്ക് 2 കിട്ടിയിരുന്നു. അത് നടുമുറിച്ചിട്ട് 4 ബെഡാക്കിയിട്ട് വെച്ചിട്ടുള്ളതാണിത്. ഇത് 10 വർഷം മുന്നേ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതേപോലെ ഇരിക്കുന്നുണ്ട്. കല്ലുകളൊക്കെ കണ്ടില്ല, കരിങ്കല്ലൊക്കെ അതേപോലെ തന്നെ ഇരിക്കുന്നുണ്ട്. യാതൊരു ബുദ്ധിമുട്ടില്ല. അന്ന് തൊട്ട് നമ്മൾ ഇതിൽ കൃഷി ചെയ്യുന്നതാണ്. ഒരുപാട് നമുക്ക് പച്ചക്കറികൾ ഉണ്ടായിട്ടുണ്ട്. ഒരു മെനക്കെടുമില്ല. നമുക്ക് ഇതിപ്പോൾ കീടനാശിനികളൊന്നും അടിച്ചിട്ടില്ല ഇതുവരെ. കീടങ്ങൾ വരാനുള്ള ചാൻസൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ കീടങ്ങളൊക്കെ കാണുമ്പോൾ പരമാവധി മഞ്ഞക്കണി, നീലക്കണിയൊക്കെ വെച്ച് കൊടുക്കുക. അത് കൂടാതെ കായ്ച്ചക്കണി നിർബന്ധമായിട്ട് വേണം. അല്ലെങ്കിൽ വെള്ളരി ഇതൊക്കെ കായ്ച്ചകൾ വന്ന് കുത്തിയിട്ട് അതിൽ പുഴുക്കൾ വരും. അതിന് മുന്നേ തന്നെ നമ്മൾ വരുന്നതിന് മുന്നേ ഇതിനേക്കാൾ കുറച്ച് ദൂരമായിട്ട് വേണം കായ്ച്ചക്കണി വെക്കാൻ. അപ്പോൾ അവർ വരുന്ന ഈ കായ്ച്ചകളൊക്കെ വരുമ്പോൾ തന്നെ അതിൽ ട്രാപ്പാവണം. ആ രീതിയിൽ വേണം നമ്മൾ ഈ കായ്ച്ചക്കണിയൊക്കെ വെക്കാൻ. അപ്പോൾ ഒരുവിധം കുത്തിലൊക്കെ ഈ പുഴുക്കുത്ത് ഒക്കെ മാറിക്കിട്ടും. കായ്ച്ച വന്ന് കുത്തുന്ന ആ പുഴുക്കളുണ്ടാവുന്നതൊക്കെ കുറേ മാറിക്കിട്ടും. 10 വർഷം മുമ്പ് എനിക്ക് ഈ പ്ലംബിങ്ങിൻ്റെ ഫിറ്റിങ്സിൻ്റെ ഒരു പേര് പോലും അറിഞ്ഞിരുന്നില്ല. ആ സമയത്താണ് ഞാനിതൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഞാൻ ഒറ്റയ്ക്കാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത്. വേറൊരു ഹെൽപ്പറോ മറ്റുള്ളവരൊന്നും വിളിക്കാതെ ഞാൻ തന്നെ സ്വന്തമായിട്ട് മുറിച്ച് കട്ട് ചെയ്ത്, എനിക്ക് കട്ടിങ്ങും അറിയില്ല, ഒന്നും അറിയാത്ത സമയത്ത് ഞാനത് സെറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഈ ഒരു ബെഡിൽ ഇത് മണൽ ബെഡാണ്. ഇതിലിപ്പോൾ ചൊരക്കയും പാവലാണ് വെച്ചിട്ടുള്ളത്. ഈ ഒരു പപ്പായ ഒരു തൈ ഒരു കുരു വീണതാണ് ഇതിൽ. അത് മുളച്ച് വന്നിപ്പോൾ പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇതിലത്തെ ഈ ഫിഷ് ടാങ്കിലെ വെള്ളം ഈ ബെഡിലൊക്കെ കയറി ഇറങ്ങുന്നുണ്ട്. ഇതൊക്കെ അന്ന് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞുകൊണ്ട് യാതൊരു ബുദ്ധിമുട്ടില്ല. പിന്നെ ഇത് വിത്ത് ഇടുക അല്ലെങ്കിൽ തൈകൾ വെക്കുക, ഇതൊക്കെയാണ് നമുക്ക് ബുദ്ധിമുട്ടുള്ളൂ. അപ്പോൾ ഒരു പ്രാവശ്യം നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിങ്ങനെ പടർന്ന് പന്തലിച്ച് ഇഷ്ടം പോലെ ഉണ്ടായിക്കൊള്ളും. ഇത് അന്ന് വെച്ചിരുന്ന ഞാൻ വീഡിയോ ഇട്ടിരുന്നു ഈ തൈകളൊക്കെ വെക്കുന്നതിൻ്റെ. അപ്പോൾ ഓരോ ബെഡിലും 10-12 തൈകൾ വെക്കുകയാണെങ്കിൽ നന്നായിട്ട് തന്നെ ഇതിൽ തന്നെ ഇഷ്ടം പോലെ ഇതിലൊക്കെ ഉണ്ടായിട്ടുള്ള പച്ചക്കറികളുടെ വിളവെടുപ്പാണ് ഞാൻ മുന്നേ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിനൊന്നും ഒരു പ്രയാസമില്ല. ഇത് കണ്ടില്ലേ, മരുന്നുകളൊന്നും അടിക്കാതെ, കീടനാശിനികളൊന്നും അടിക്കാതെ തന്നെ നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. നല്ല പച്ചപ്പായിട്ട് നിൽക്കുന്നുണ്ടില്ലേ. അപ്പോൾ അതിനൊന്നും നമുക്ക് ഒരു പ്രയാസമില്ല. ഈ പച്ചക്കറി ഉണ്ടാക്കാൻ അതുപോലെ മത്സ്യങ്ങൾ ഉണ്ടാക്കാനും ഒരു പ്രയാസമില്ല. ഈ ബെഡിലൊക്കെ ഉണ്ടില്ലേ, ഇതൊക്കെ കല്ലുകളാണ്. ഒരു പ്രാവശ്യം സെറ്റ് ചെയ്താൽ മതി. ഇതൊക്കെ അന്ന് സെറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഈ പറഞ്ഞ മാതിരി പ്ലംബിങ്ങിനെ കുറിച്ചിട്ട് എനിക്കൊരു വിവരമില്ലാത്ത സമയത്ത് ഇപ്പോൾ എനിക്ക് എല്ലാവരുടെ പേരും കാര്യങ്ങളൊക്കെ അറിയാം. ഈ FT അങ്ങനെയുള്ള ഈ ഫിറ്റിങ്സിൻ്റെ പേരും അതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ ഇപ്പോൾ വളരെയധികം അറിയാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമുക്കത് ശ്രമിച്ചാലെല്ലാം അറിയാൻ പറ്റും. നമ്മൾ ശ്രമിക്കാത്തതുകൊണ്ടാണ് ഒന്നും മനസ്സിലാവാത്തത്. പലരും പറയുന്നുണ്ട് എനിക്ക് പറ്റില്ല, എനിക്ക് അത് ബുദ്ധിമുട്ടാണെന്നൊക്കെ. ഏതൊരാൾക്കും പറ്റാവുന്നുള്ളൂ. ഇതൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ചെയ്യാം. അന്ന് കാലത്ത് ഞാൻ പറഞ്ഞില്ലേ, ഒന്നും അറിയാത്ത കാലത്ത് ഉണ്ടാക്കിയ സംഭവങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ ഈ ഒരു ടാങ്ക് ഉണ്ടാക്കിയിട്ടുള്ളത് കണ്ടില്ലേ, കല്ലുകൾ വെറുതെ അടക്കി വെച്ചിട്ടുള്ളതാണ്.
ഇനി വേണ്ടാന്ന് തോന്നുന്നുണ്ടെങ്കിൽ എടുത്ത് മാറ്റാം, അല്ലെങ്കിൽ അവിടെ ഇരുന്നോളും. കണ്ട കാലങ്ങളായിട്ട് ഇത് ഇരിക്കുന്നതാണ്, അതവിടെ സുരക്ഷിതമായിട്ട് ഇരുന്നോളൂ, ഒരു കുഴപ്പമില്ല. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ പ്രത്യേകത. നമുക്ക് വേണ്ടാന്ന് തോന്നുന്ന രീതിയിൽ അതിനെ നീക്കം ചെയ്യാവുന്നുള്ളൂ. അതുപോലെ ഇത് ഇവിടെ നമ്മൾ കുറച്ച് ഗ്രോ ബാഗിൽ കൃഷി ചെയ്തിട്ടുണ്ട്. ഇത് അനുജൻ്റെ സ്ഥലമാണ്, അനുജൻ ഇവിടെ ഇല്ല, അതുകൊണ്ട് നമ്മൾ ഇവിടെയൊക്കെ കൃഷി ചെയ്യുന്നുണ്ട്. അവിടെയൊക്കെ ഗ്രോ ബാഗിൽ തക്കാളി തൈകളാണ് ഇപ്പോൾ വെച്ചിട്ടുള്ളത്. അതുപോലെ നമ്മുടെ ഫ്രണ്ടിൽ ഇതൊക്കെ കുറച്ച് സ്ഥലത്താണ് കേട്ടോ, അത് ആകെ കുറച്ച് സ്ഥലമുള്ള, നമ്മൾ വീഡിയോ കാണുമ്പോൾ വലിയ ഒരു സംഭവമായിട്ട് തോന്നുന്നതാണ്. ചെറിയ സ്ഥലത്തുള്ള ചെറിയ ചെറിയ ടാങ്കുകളും അതിൽ നിന്ന് കിട്ടുന്ന ഉൽപ്പന്നങ്ങളാണ് അതൊക്കെ. അപ്പോൾ കുറഞ്ഞ സ്ഥലത്ത് നിന്ന് കൂടുതൽ ഉൽപ്പാദിപ്പിക്കാവുന്ന കൃഷിയിലേക്ക് നമ്മൾ മാറേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. ഇതുണ്ടല്ലേ, ഇതിലൊരു ഗൗരാമി മത്സ്യങ്ങളാണ് വളർത്തുന്നത്. ഇതിൻ്റെയൊക്കെ വീഡിയോ വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നുള്ളൂ. ഇതൊക്കെ കുഴി ഒഴിച്ചിട്ട് ഒരു ടാർപോളിൻ ഷീറ്റ് വെച്ച് അതിന് ചുറ്റും ഇത് വെച്ച് അതിലേക്ക് വെള്ളം പമ്പ് ചെയ്യുന്നത്. ഇത് എംസാനിലാണ്. ഇതിപ്പോൾ വെച്ചിട്ട് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ടുള്ളൂ. ഈ വഴുതന വെച്ചിട്ട് ഇതുണ്ടല്ലേ, എല്ലാം പൂട്ട് തുടങ്ങിയിട്ട്. ഇത് എംസാനിലെ കൃഷിയാണ്, എംസാനിലാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത്. ഇതുണ്ടല്ലോ, നല്ല ഹെൽത്തി ആയിട്ട് വന്നിട്ടുള്ളത്. ഇതിനൊന്നും ഇതുവരെ മരുന്നൊന്നും അടിച്ചിട്ടില്ല കേട്ടോ. ഇത് മരുന്നൊന്നും അടിക്കാതെ തന്നെ ഉണ്ടാകും. എന്തായാലും ഇപ്പോൾ കീടങ്ങളൊക്കെ വന്നു തുടങ്ങും. അതിന് മുന്നേ നമ്മൾ ശ്രദ്ധ വേണം. അടിയിലൊക്കെ വന്നിട്ട് മുട്ട ഇടേണ്ടോ നോക്കണം. അപ്പോൾ ഒന്ന് വെള്ളമടിച്ച് ക്ലീൻ ചെയ്യലാണ് ഇപ്പോൾ നമ്മളെ പണി. അല്ല, ഇതിലൊക്കെ ഇപ്പോൾ കുത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ പച്ചവെള്ളം കൊണ്ട് ക്ലീൻ ചെയ്യലാണ്. നമ്മൾ ഓസ് എടുത്തിട്ട് ഇടയ്ക്കിടയ്ക്ക് തന്നെ നനച്ചു കൊടുക്കലാണ്, ക്ലീൻ ചെയ്യലാണ്. ഈ കീടങ്ങൾക്ക് പ്രതിരോധം എന്ന് പറയുന്നത്, വേറെ മരുന്നുകളൊന്നും വേറെ കീടനാശിനികളൊന്നും ഞങ്ങൾ ഉപയോഗിക്കാറില്ല. ഇത് നമ്മുടെ പീനട്ട് ബട്ടറൊക്കെ ഇത് കണ്ടില്ലേ, കണ്ടമാനം ഉണ്ടാവുന്നുണ്ട്. പക്ഷേ വലിയ ടേസ്റ്റൊന്നും ഇല്ലാത്ത സാധനമാണിത്. ഇതൊക്കെ പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇതിലൊക്കെ നിറയെ കുലകുലായിട്ടുണ്ടാവും. ചെറിയ തൈ വെച്ചാണ്, കണ്ടില്ലേ. ഇത് ചെറുനാരങ്ങ, ഒടിച്ചുത്തി നാരങ്ങ എന്നൊക്കെ പറയുന്നത്, ചെറുനാരങ്ങ. അതൊക്കെ എപ്പോഴും ഉണ്ടാകുന്ന സംഭവമാണ്. അതൊക്കെ കണ്ടില്ലേ, എല്ലാ സമയത്തും ഉണ്ടാകുന്നതാണ്. ഇത് മിറാക്കിൾ ബെറി ഈ പറഞ്ഞൊരു കണ്ടമാനം ഉണ്ടാവാറുണ്ട് ഇതിൽ. കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇത് കഴിച്ചിട്ട് നമ്മൾ ഈ പുളിയുള്ള സാധനങ്ങൾ കഴിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ ഭയങ്കര മധുരം ഉണ്ടായിരിക്കും. ഇത് നമ്മുടെ വിയറ്റ്നാം സൂപ്പർ എള്ളി ഇപ്പോൾ പൊട്ടിച്ച് പിന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കണ്ടില്ല. ഇഷ്ടംപോലെ ഉണ്ടാകുന്നുണ്ട്, ഇനി മേലൊക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇത് എപ്പോഴും നമുക്ക് ചക്ക കിട്ടുന്ന ഒരു സംഭവമാണ് ഈ വിയറ്റ്നാം സൂപ്പർ എള്ളി. ഇത് ഞങ്ങളുടെ ബേർഡ്സ് ചെറിയാണ്. ഇതിലൊരുപാട് പക്ഷികൾ ഇത് കഴിക്കാൻ വേണ്ടി വന്ന് ഇപ്പോൾ അവരിപ്പോൾ കഴിച്ച് പോയതുണ്ട്. അതിരാവിലെ നല്ല രസമായിരുന്നു. അവരുടെ കിളികളുടെ ഒരുപാട് കിളികൾ വന്നിട്ടുണ്ടായിരുന്നു. ഇതാണ് നമ്മളുടെ ഗ്രോ ബാഗ് കൃഷി. ഇതിലിപ്പോൾ തക്കാളി തൈകളാണ് വെച്ചിട്ടുള്ളത്. മൊത്തം തക്കാളികളും പിന്നെ പച്ചമുളകൊക്കെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അടുത്ത് വെച്ചാണ് ഇതൊക്കെ. അപ്പോൾ തക്കാളി ഒക്കെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ പച്ചമുളകൊക്കെ ഇതിൽ നിന്നാണ് ഇപ്പോൾ ഞങ്ങൾ പൊട്ടിക്കുന്നത്. ഇത് ഞങ്ങൾ റംബുട്ടാൻ ഇപ്പോൾ 2 വർഷം മുമ്പ് വെച്ചതാണ് ഇതൊക്കെ. ഇത് പ്രാവശ്യം നന്നായിട്ട് കായ്ച്ചിട്ടുണ്ട്. ഇതൊക്കെ പൂട്ടുണ്ട്. ഇതിലൊക്കെ ഈ ചെറുതേനീച്ച കണ്ടില്ലേ, ഇഷ്ടംപോലെ ചെറുതേനീച്ച ഉണ്ട്. ഇവിടെ കൂടുണ്ട്. ഈ എല്ലാ സാധനങ്ങളും കായ്ക്കും. ഇതാണ് ഞാൻ പറഞ്ഞ വെളുത്ത ഞാവൽ. ഇതുണ്ടല്ലോ, ഇപ്പോൾ പൂട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇതിലൊക്കെ ഇപ്പോൾ കായകളുണ്ടാവും. നല്ല മധുരമുള്ളൊരു ഞാവലാണ്. പെട്ടെന്ന് തന്നെ ഉണ്ടാവും. ഇങ്ങനെയുള്ള ഞാവൽ വെക്കുകയാണ് നല്ലത്. നല്ല മധുരം, നല്ല ചമർപ്പൊക്കെ വളരെ കുറവാണ്. ഇതൊക്കെ വെയിറ്റ് കണ്ടാവാനും പൂട്ടുണ്ട് ഇപ്രാവശ്യം. കഴിഞ്ഞ പ്രാവശ്യം പൂട്ടിട്ട് കിട്ടിയിരുന്നു നമുക്ക്. ഇത് സ്ട്രോബെറി പേരുണ്ട്. ഇതാണ് ഞങ്ങളുടെ ഈ ആൽമരം, ആൽവർഗത്തിൽപ്പെട്ടുള്ള ഒരു മരമാണ്. പലരും ചോദിക്കുന്നുണ്ട് ഇതിൻ്റെ പേരെന്ത്. ഫൈക്കസ് ബെഞ്ചമിന എന്ന് പറഞ്ഞിട്ടുള്ളൊരു വർഗ്ഗമാണത്. കണ്ടമാനം വേരുകളൊക്കെ താഴെ വന്നിട്ട് ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ വേരുകൾ കണ്ടമാനം അങ്ങനെ പോകുന്നുണ്ടല്ലോ. അങ്ങനെ പഴന്ന് പന്തലിച്ച് നമ്മളെ മറ്റുള്ള ചെടികളുടെയൊക്കെ വളക്കം ഉപരി വലിച്ചെടുത്ത് അടിപൊളിയായിട്ട് നിൽക്കണം. പക്ഷേ ഇതിൻ്റെ താഴെ വന്നിരുന്നാലുണ്ടല്ലോ നല്ല ചൂടത്തും ഇതിൻ്റെ താഴെ നിൽക്കുമ്പോൾ ഒരു സുഖമാണ്. നല്ല ഒരു തണുപ്പുള്ള അന്തരീക്ഷം വരുന്നുണ്ട് അതിൻ്റെ താഴത്ത്. ഇത് ഞങ്ങളുടെ കിളിക്കൂട്ടിലെ ഒരു പോണ്ടാണ്, ചെറിയ പോണ്ടാണ്. ഇതിലത്തെ ഗൗരാമി ഇതിലുള്ളത്. ഇതിൽ കുറച്ച് ഗപ്പികളൊക്കെ ഉണ്ട്. അവർക്ക് ഈ പൊടിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൽ കറുത്ത ഗൗരാമി ഉണ്ട്, റെഡ് ഐ ഉണ്ട്. ഈ ഒരു ചക്ക ഇതേപോലെ ഇഷ്ടംപോലെ ഉണ്ടാവും. നല്ല മധുരമുള്ള ചക്കയാണ്. ഇതും ഇഷ്ടംപോലെ ഉണ്ടാവുന്നുണ്ട്. ഇതൊക്കെ പഴുത്തിപ്പോൾ കണ്ടമാനം നമുക്ക് തിന്നാൻ പറ്റില്ല. നോമ്പായ കാരണം കൂടുതൽ കഴിക്കാനും പറ്റില്ല. ഞങ്ങൾ ഫ്രിഡ്ജിൽ വെച്ചിരിക്കുകയാണ്. ഇതൊക്കെ ചുള വെച്ചിട്ട്
ചോളം എടുത്തിട്ട് ഫ്രിഡ്ജ് വെച്ചിരിക്കണം. അപ്പം ഇനി പെരുന്നാളൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ അതൊക്കെ എടുത്തിട്ടൊന്ന് പായസം എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി അതൊക്കെ എടുത്ത് വരട്ടിയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിരിക്കും. ഇപ്പോൾ ഇതൊക്കെ പഴുത്ത് വരുന്നുണ്ട്. അപ്പോൾ ചക്കക്ക് ക്ഷാമമെല്ലാം എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കും. അതുപോലെ പേരക്കൊക്കെ നമ്മളെപ്പോഴും പൊട്ടിക്കുന്നതാണ്. അതിൽ പേരക്ക നല്ല വലിയ പേരക്ക ഉണ്ടാകുന്നു. പക്ഷേ ഇപ്പോൾ നല്ല ചൂട് കാരണം ഇപ്പോൾ പെട്ടെന്ന് തന്നെ അത് പഴുക്കുന്നതുകൊണ്ട് വളരെ ചെറുതിൽ തന്നെ വാടുന്ന വലിയ ടേസ്റ്റ് കുറഞ്ഞിരിക്കണം ഇപ്പോൾ അത്. അല്ലെങ്കിൽ നല്ല മധുരം ഉണ്ടാകുന്നതാണ്. ഇത് നമ്മുടെ കോഴിക്കോട്. ഇത് എംസാൻഡിലാണ് ഈ ഒരു ബെഡ് ഒരുക്കിയിട്ടുള്ളത്. ഈ ഒരു ബെഡ് നമ്മൾ എംസാൻഡിലാണ് ഒരുക്കിയിട്ടുള്ളത്. ഇതിൽ ഞങ്ങൾ ഈ കൂർക്കൊക്കെ കൃഷി ചെയ്തിട്ടുണ്ട്. അത് കല്ലിലായിരുന്നു. ഇത് എംസാൻഡാണ് നിറച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ വെള്ളം ഈ ഫിഷ് ടാങ്കിലെ വെള്ളമാണ് തീറ്റ കൊടുത്തതിന് ശേഷം നമ്മളിതിൽ ഒഴിച്ചു കൊടുക്കാറ്. അതുപോലെ ഇതിന് മോട്ടറൊന്നുമില്ല. അപ്പോൾ കൈ കൊണ്ടുള്ള പരിപാടിയാണ്. ഇതിലിപ്പോൾ നമ്മുടെ ചുവന്ന പാഷൻ ഫ്രൂട്ടാണിത്, തൈകളാണിത്. ചുവന്നതുകൊണ്ട് മഞ്ഞുണ്ട്. അപ്പോൾ അതാണ് ഇപ്പോൾ ഈ എംസാൻഡിൽ വെച്ചിട്ടുള്ളത്. എംസാൻഡിൽ വേറെ വെള്ളമൊന്നുമില്ല. ഈ ഒരു വളം മാത്രം, ഈ മത്സ്യങ്ങളുടെ വിസർജനം അടങ്ങിയ ഈ വെള്ളം മാത്രമാണ് ഇതിന് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതൊന്നും അധികം സ്ഥലങ്ങളൊന്നും ഇല്ല കേട്ടോ. വളരെ കുറഞ്ഞ സ്ഥലത്തുള്ള സംഭവങ്ങളാണ് ഈ ഇതൊക്കെ. ഇതിലാണ് നമ്മളെ കരിമീനുള്ളത്. കരിമീനും തിലാപ്പിയാണുള്ളത്. ഇതിൽ തന്നെ ബ്രീഡായിട്ടുള്ള കുഞ്ഞുങ്ങളാണ് ഇതൊക്കെ. ഇതിങ്ങനെ ബ്രീഡായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ വലുതിനൊക്കെ പിടിക്കുക, നമ്മൾ ഗ്രില്ല് ചെയ്ത് കഴിക്കാൻ വളരെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ വലുതിനൊക്കെ പിടിച്ച് കഴിക്കും. അപ്പോൾ ചെറുതൊക്കെ പിന്നെ വലുതായി വരും. അപ്പോൾ അതിനെ പിടിക്കാം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇങ്ങനെ പിടിച്ച് കഴിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഇങ്ങനെ ഒരു മുറ്റത്തൊരു ഫിഷ് ടാങ്ക് ഉണ്ടെങ്കിൽ ക്ഷമിച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കാവുന്നുള്ള വളരെ എളുപ്പമാണ്. ഇതിലാണ് ഞങ്ങളുടെ വരാലുള്ളത്. ഇതിപ്പോൾ കഴിയാറായിട്ടുണ്ട്. അപ്പോൾ അതിനെ കൂടി പിടിച്ചിട്ട് ഞങ്ങൾ ബിരിയാണി വെക്കാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഈ ബാക്കിയുള്ള വരാലിനെ പിടിച്ച് ബിരിയാണി വെക്കാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ വിസർജനീയ വെള്ളം ഉപയോഗിച്ചിട്ടാണ് ഈ വക കൃഷിയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഒരു പ്രാവശ്യം നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് യാതൊരു ബുദ്ധിമുട്ടില്ലാതെ ഇഷ്ടംപോലെ പച്ചക്കറിയും ഇതേപോലെ ഇടയ്ക്കിടയ്ക്ക് മത്സ്യങ്ങളൊക്കെ പിടിച്ച് കഴിക്കാൻ പറ്റും. ഒരു ബുദ്ധിമുട്ടില്ല. വൺ ടൈം ഒരു പ്രാവശ്യം നമ്മൾ സെറ്റ് ചെയ്താൽ മതി. പലർക്കും സെറ്റ് ചെയ്താൽ അപ്പോൾ തന്നെ വലിയ റിസൾട്ട് കിട്ടണമെന്നില്ല. കുറച്ച് കഴിയും 3 മാസം വരെ നമുക്ക് വലിയ റിസൾട്ടൊന്നും ഉണ്ടാവില്ല. പലരും പറയുന്നുണ്ട് ഇത് ഉണ്ടാക്കിയിട്ട് പച്ചക്കറി ഒന്നും ഉഷാറാവണില്ല എന്നൊക്കെ. 3 മാസം 4 മാസം വരെ നമ്മളൊന്നും പ്രതീക്ഷിക്കേണ്ട. വല്ല ചീര അങ്ങനെയുള്ള പാലക്ക അതിനും വലിയ ഗ്രോത്ത് ഒന്നും ഉണ്ടാവില്ല. എങ്കിലും ഇങ്ങനെ ഉണ്ടായിക്കോളും. പിന്നെ 3 മാസം കഴിഞ്ഞാൽ ഈ ഇതിലൊക്കെ നമ്മൾ ഈ തീറ്റ കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന അമോണിയ അടങ്ങിയ വെള്ളം ഈ ഗ്രോ ബെഡിലൊക്കെ വരുമ്പോൾ ഒരുപാട് ഈ ബാക്ടീരിയകൾ ഫോം ചെയ്യും. അതിന് മിനിമം ഒരു 3-4 മാസമെങ്കിലും വേണം. ഫസ്റ്റ് ടൈം ഫ്രഷ് ബെഡാകുമ്പോൾ മാത്രം. പിന്നെ കണ്ടിന്യൂസ് അത് വർക്ക് ചെയ്തോളും, ഒരു കുഴപ്പമില്ല. പിന്നെ എപ്പോഴും നമ്മൾ ഇതേപോലെ വിത്തിട്ടാലോ അല്ലെങ്കിൽ തൈകൾ വെച്ചാലോ പെട്ടെന്ന് തന്നെ ആ ഗ്രോത്ത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തുടക്കക്കാർ വിഷമിക്കേണ്ട. 3-4 മാസം വരെ നമ്മൾ വെയിറ്റ് ചെയ്യുക തന്നെ വേണം. അല്ലെങ്കിൽ ഇതേപോലുള്ള ഈ അക്വാപോണിക്സ് ചെയ്യുന്ന ആൾക്കാരുടെ കല്ലുകളൊക്കെ എടുത്തിട്ട് അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ആ വെള്ളം കൊണ്ടിട്ട് നമ്മൾ ബെഡിലൊക്കെ കുളത്തിൽ ഒഴിക്കുകയാണെങ്കിൽ ആ ബാക്ടീരിയകൾ പെട്ടെന്ന് തന്നെ ഇതിൽ ഫോം ചെയ്യും. പിന്നെ അല്ലെങ്കിൽ ഒരുപാട് കെമിക്കലൊക്കെ വരുന്നുണ്ട്. ഈ അമോണിയയുടെ പൗഡർ രൂപത്തിലൊക്കെ ഉള്ള സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. അല്ലെങ്കിൽ നൈട്രേറ്റ്, ഇതൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. അതൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ മിക്സ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആ ഗ്രോത്ത് കിട്ടും. 3 മാസം വരെ വെയിറ്റ് ചെയ്യൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ ഗ്രോത്ത് കിട്ടും. അപ്പോൾ എല്ലാവർക്കും ഇതേപോലെയൊക്കെ ചെയ്ത് നല്ലത് ഭക്ഷിക്കാനും ആരോഗ്യത്തോടെ ജീവിക്കാനും കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ നിർത്തുകയാണ്. നന്ദി, നമസ്കാരം.